അസ്സലാമു അലൈക്കും. സൂറത്തുൽ ബഖറയുടെ പ്രത്യേകത എന്താണെന്നാണ് ഇതിലെ വിവരണം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദീർഘിച്ച അധ്യായമാണിത്. 286 വാക്യങ്ങൾ ഇതിലുണ്ട്. ഈ സൂറത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഒട്ടേറെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതുക. അത് പഠിക്കൽ ബറക്കത്തും അതിനെ ഉപേക്ഷിക്കൽ നഷ്ടവുമാണ്. മാരണക്കാർക്ക് അത് പഠിക്കാൻ സാധ്യവുമല്ല. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുമുണ്ട്, അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുന്നതാണ്. ഒരു രാത്രി ഒരാൾ അൽ ബഖറ 3 രാത്രി അവന്റെ വീട്ടിൽ പിശാച് പ്രവേശിക്കുന്നതല്ല. ഒരു പകലിൽ ഒരാൾ അൽ ബഖറ ഓതിയാൽ 3 പകൽ അവന്റെ വീട്ടിൽ പിശാച് പ്രവേശിക്കുന്നതല്ല എന്ന്. അപ്പം അത്രയും ഒരു ഫലമുണ്ട്. നമ്മളെ വീട്ടിൽ പിശാച് കടക്കാതിരിക്കാൻ അൽ ബഖറ ഓതുന്നത് വളരെ ഒരു ശ്രേഷ്ഠമുള്ള ഒരു സൂറത്താണിത്. നിങ്ങൾ ഖുർആൻ ഓതുവിൻ, ഓതുന്നവർക്കത് ഖിയാമത്ത് നാളിൽ ശുപാർശകനാവും. അൽ ബഖറയും ആലി ഇമ്രാനും ഓതുവിൻ. അവ ഓതിയവർക്ക് 2 തണൽമേഘങ്ങളായോ കാർമേഘങ്ങളായോ തലക്കു മുകളിൽ ചിറകു വരുത്തിയ 2 കൂട്ടം പക്ഷികളായോ ഖിയാമത്ത് നാളിൽ അത് വരും. അള്ളാഹുവോടവ ശുപാർശ ചെയ്യും. അപ്പോൾ ഈ ഒരു സൂറത്തിൻ്റെ ഇതിൽ നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണത് അല്ലേ. നമുക്ക് വേണ്ടിയിട്ട് 2 പക്ഷികളുടെ ഒരു ശുപാർശ. അൽ ബഖറ ഓതുവിൻ, അത് തന്നെയാണ് റസൂലുള്ളാഹി നബി നമ്മോട് പറയുന്നതും. ദുഷ്ടന്മാർക്ക് ഈ 2 സൂറത്തുകൾ ഒരിക്കലും ഓതാൻ സാധിക്കുന്നതുമല്ല. എന്നാൽ ഇതിനെ കൈവിടൽ പാടില്ലാത്ത ഒരു സൂറത്തുമാണ്. അൽ ബഖറ ഓതിയന് സ്വർഗത്തിൽ പ്രത്യേക കിരീടമുണ്ട്. ഒരു ഹദീസിൽ പറഞ്ഞു, സൂറയിലെ നിയമങ്ങളും ഉൾക്കൊള്ളുന്ന മറ്റു രഹസ്യങ്ങളും. അതായത് ഈ അൽ ബഖറയിലെ സൂറത്ത്, അതായത് നമ്മുടെ ഉമർ റളിയല്ലാഹു 12 വർഷം എടുത്തിട്ടാണ് ഇതിലെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ രഹസ്യങ്ങളും ഇതിലെ നിയമങ്ങളും ഒക്കെ പഠിച്ചെടുക്കാൻ 12 വർഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രക്കും ഒരു ശ്രേഷ്ഠതയുള്ള ഒരുപാട് ദീർഘിപ്പിച്ചൊരു സൂറത്താണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് അത് ദിവസേന കുറേശ്ശെ ആയിട്ട് അതെടുത്ത് വെച്ചിട്ട് ഓതാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് വീട്ടിൽ ഒരാപത്തും ഒരു പിശാചും അങ്ങനത്തെ ഒന്നും നമുക്ക് എത്തിപ്പെടുകയില്ല. എല്ലാവരും ഇത് ഓതാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല ഹൈറായ സന്തോഷമുള്ള ആരോഗ്യമുള്ളൊരു ജീവിതം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.